ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കേട്ടോ. ഫസ്റ്റ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തത് ചിയ സീഡാണ്. ചിയ സീഡ് ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ സീഡാണ്. അത് ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ഒരു ടീസ്പൂൺ വെച്ച് രണ്ട് ഇതിലും ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങൾ രണ്ട് പാത്രം കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞത് ഒരെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം എനിക്കുമാണ്. അമ്മ തന്നെയാണ് രാവിലെ കഴിക്കുക, ഓഫീസിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകും. പിന്നെ അടുത്തത് ആഡ് ചെയ്തത് പംകിൻ സീഡാണ്. പംകിൻ സീഡ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മുസേലി ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊരു സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള മുസേലി. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ടാവും കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ, ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് പാലാണ്. പാലല്ലെങ്കിൽ ഗ്രീക്ക് യോഗേട്ട്. ഞാനെപ്പോഴും പാൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാറ്. ചില ടൈമിൽ മാത്രം ഇപ്പോൾ ഗ്രീക്ക് യോഗേട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പാലാണ് ഇപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കാറ്. അത് കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് അരിഞ്ഞിടാറുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ ആപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. ചില സമയത്ത് ഇപ്പോൾ വീട്ടിൽ പപ്പായൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആപ്പിൾ മാറ്റിയിട്ട് പപ്പായൊക്കെ ഇടും. അപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കഴിക്കും. അതിൻ്റെ കൂടെ നമ്മൾ 2 മുട്ടയും കൂടിയും കഴിക്കും. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാവും. പ്രോട്ടീനും കിട്ടും, പിന്നെ ഇതിൽ നിന്നുള്ള വേറെയും ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. ഇതിപ്പം ഞാനും അമ്മയും ഇതൊക്കെ തന്നെയാട്ടോ കഴിക്കണേ. അത്രേ ഉള്ളൂ ഗൈസ്.